ദിവ്യഭാഗവതം എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആളുകളിത് കൂടുതൽ ഇഷ്ടപ്പെടണോ എന്നുള്ളതും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന ഒരു വസ്തുതയാണ്. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം മഹതാലയേശമനിശം ഹൃദി ഭാവയാമി. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ. 8-ാമത്തെ ശ്ലോകമാണ്. അഹം തൽ ബ്രഹ്മകുലേ ഊഷിവാംസ്തദപേക്ഷയാ ദിഗ്ദേശകാലാവ്യുൽപ്പന്നോ ബാലക പഞ്ചഹായനാം. അഹം ച തദ് ബ്രഹ്മകുലേ ഊഷിവാൻ തദ് അപേക്ഷയാ ദിഗ്ദേശകാല അവ്യുൽപ്പന്നഃ ബാലകഃ പഞ്ചഹായനഃ. അതായത് നാരദ മഹർഷി വ്യാസദേവനോട് പറയുന്നു, എനിക്ക് വെറും 5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആ ബ്രാഹ്മണരുടെ അവിടെ ആ ഗൃഹത്തിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അതുകൊണ്ട് എൻ്റെ അമ്മയോട് എനിക്ക് എന്തെന്നില്ലാത്ത പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മറ്റ് ലോകത്ത് വേറെ എവിടെയും യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ 9-ാമത്തെ ശ്ലോകം.
ഏകദാ നിർഗതാം ഗേഹാൽ ദുഹന്തിം നിശികാം പഥി സർപ്പോദശൽപദാ സ്പൃഷ്ട കൃപണാം കാലചോദിതാം. ഏകദാ നിർഗതാം ഗേഹാൽ ദുഹന്തിം നിശികാം പഥി സർപ്പോദശൽപദാ സ്പൃഷ്ട കൃപണാം കാലചോദിത. ഏകദാ നിർഗതാം ഗേഹാൽ ദുഹന്തിം നിശികാം പഥി സർപ്പഃ അദശൽ പദ സ്പൃഷ്ട കൃപണാം കാലചോദിതഃ. ഒരു ദിവസം എൻ്റെ പാവപ്പെട്ട അമ്മ പശുവിനെ കറക്കാനായിട്ട് ആ ഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് പോയി, പശുവിനെ കറക്കാനായിട്ട് പോയി. ആ സമയത്ത് എൻ്റെ അമ്മയെ ഒരു സർപ്പദംശനം ഏറ്റു എൻ്റെ അമ്മയ്ക്ക്. ഇത് കാലത്തിൻ്റെ, അതായത് കാലസ്വരൂപിയായിട്ടുള്ള ഈശ്വരൻ്റെ, ഭഗവാന്റെ ഒരു ലീലയാണ് എന്ന് നാരദ മഹർഷി പറയുന്നു. ഇത് വളരെയധികം ഒരു ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു വിപരീതാനുഗ്രഹം എന്നാണ് അതിനെക്കുറിച്ചിട്ട് പറയുക എന്നാണ്. കാരണം ഒരു സാധകനെ, ഒരു ജീവനെ ഭഗവാനിലേക്ക് വലിച്ച് അടുപ്പിക്കുക, ഇതാണ് ഇങ്ങനെയുള്ള ആ ഒരു സംഭവങ്ങളെ കൊണ്ട് ഭഗവാൻ ചെയ്യുന്നത് എന്നാണ്. കാരണം ഈ ഉണ്ണിക്ക് വെറും 5 വയസ്സ് മാത്രം പ്രായം. ആരും ആ ഉണ്ണിയെ രക്ഷിക്കാനായിട്ടില്ല. അശരണനാണ് ആ ഉണ്ണി, ആരും ആശ്രയില്ല. ആ കൂടെ ഒരു അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ആ അമ്മ ഇപ്പം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്താണ്, ഇനി പൂർണ്ണമായിട്ടും ഭഗവാന്റെ കരുണയിലാണ് ആ ഉണ്ണി ജീവിക്കാൻ പോണത്, ആ കുഞ്ഞ് ജീവിക്കാൻ പോണത് എന്നാണ്. ഇത് ഭഗവാന്റെ എന്തെന്നില്ലാത്ത ഒരു കരുണയാണ്. ഭൗതികമായ നഷ്ടങ്ങളെ വരുത്തും ഭഗവാൻ. എന്തിന്? ആത്മീയമായിട്ടുള്ള ആ മാർഗത്തിൽ പൂർണ്ണതയിൽ എത്തിച്ചേരാനായിട്ട് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. 10ാമത്തെ ശ്ലോകമാണ് ഇനി. തദാ തദഹമീശസ്യ ഭക്താനാം ശമഭീപ്സത അനുഗ്രഹം മന്യമാന പ്രാതിഷ്ഠം ദിശമുത്തരാം. തദാ തദ് അഹം ഈശസ്യ ഭക്താനാം ശം അഭീപ്സതഃ അനുഗ്രഹം മന്യമാനഃ പ്രാതിഷ്ഠം ദിശം ഉത്തരാം. ഇവിടെ നാരദമുനി വ്യാസദേവനോട് പറയുന്നു, ഇത് ഭഗവാന്റെ ഒരു പ്രത്യേക കരുണയായിട്ട് എനിക്ക് കണക്കാക്കാൻ സാധിച്ചു. കാരണം എന്താണ്, ഒരു ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്. തൻ്റെ ഭക്തന്മാർക്ക് എപ്പോഴാണോ നല്ലത് മാത്രം വരിക, നല്ലത് മാത്രം വരുത്തുന്ന ആളാണ് ഭഗവാൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എനിക്ക് നല്ലത് മാത്രമേ വരുള്ളൂ, എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ നേരെ ഇറങ്ങിത്തിരിച്ചു. എന്താ ആ ഗൃഹത്തിൻ്റെ വടക്ക് ഭാഗം ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ യാത്ര ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്നു എന്നാണ്. ഇവിടെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരായിട്ടുള്ളവർ, ഏറ്റവും പ്രിയപ്പെട്ട അതായത് ഭഗവാന്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആ ഭക്തന്മാരുണ്ടല്ലോ, അവർ ഓരോ കാൽവെപ്പിലും ഭഗവാൻ അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ മിക്കവാറും ആളുകൾക്ക് അത് ഭൗതികന്മാർക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ്. എന്നാൽ എന്താണോ ഭൗതികന്മാർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത്, ആ സന്ദർഭങ്ങളെ മുഴുവൻ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ളവർ ഭഗവാന്റെ സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാരുണ്യമായിട്ട് കണക്കാക്കുന്നു എന്നാണ്. ഈ ഒരു ഭൗതികമായിട്ടുള്ള ഒരു പുരോഗമനം, അതുകൊണ്ടുള്ള സുഖങ്ങൾ എന്നുള്ളത് ഒരു ജ്വരത്തിനെ പോലെയാണ്, പനി പിടിച്ചതുപോലെ ആണ് ഭൗതികമായിട്ടുള്ള ഒരു പനി എന്നതിന് പറയണം. അപ്പോൾ അത് വരുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആൻഡ് ബൈ ദി ഗ്രേസ് ഓഫ് ദി ലോർഡ് ദി ടെമ്പറേച്ചർ ഓഫ് ദിസ് മെറ്റീരിയൽ ഫീവർ ഇസ് ഗ്രാജുവലി ഡിമിനിഷ്ഡ്. അങ്ങനെ വരുന്ന സമയത്ത് ഭഗവാന്റെ കരുണ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള ആ ഒരു മോഹം ഉണ്ടല്ലോ, അതിനോടുള്ള എന്തെന്നില്ലാത്ത ആവേശം അത് വളരെ കുറഞ്ഞു വരും എന്നാണ്. ഭഗവാൻ എന്നിട്ടോ ആത്മീയമായിട്ടുള്ള ആരോഗ്യം, അതിൻ്റെ ആത്മീയമായിട്ടുള്ള ആ ഒരു അവസ്ഥ
പനി കുറഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും. അതേപോലെ ആത്മീയമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള അവസ്ഥ അത് വർദ്ധിച്ചു വരും എന്നാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഭൗതികന്മാരായ ആളുകൾ ഇതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നും നാരദ മഹർഷി പറയുന്നു എന്നാണ്. 11ാമത്തെ ശ്ലോകം. സ്ഫീതാഞ്ജനപദാംസ്തത്ര പുരഗ്രാമം വ്രജാകരാൻ ഖേടഖർവടവാടീശ്ച വനാന്യുപവനാനി ച. സ്ഫീതാൻ ജനപദാൻ തത്ര പുരഗ്രാമ വ്രജ ആകരാൻ ഖേടഖർവടവാടീഃ ച വനാനി ഉപവനാനി ച. നാരദ മഹർഷി ആ 5 വയസ്സായിട്ടുള്ള തൻ്റെ പൂർവ്വജന്മത്ത് ഏതെല്ലാം വഴികളിൽ കൂടെയാണ് സഞ്ചരിച്ചത് എന്നതിനെക്കുറിച്ചിട്ട് പറയുന്നു ഇവിടെ എന്നാണ്. ഞാൻ നാരദൻ പറയുന്നു, ഞാൻ ആ പൂർവ്വജന്മത്തിൽ ഞാൻ സഞ്ചരിച്ച വഴികളെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ചു ഞാൻ. അനേകം നഗരങ്ങളിൽ കൂടെ, ഗ്രാമങ്ങളിൽ കൂടെ, വലിയ നഗരങ്ങളിൽ കൂടെ, പിന്നെ പട്ടണങ്ങളിൽ കൂടെ, ഗ്രാമങ്ങളിൽ കൂടെ, പിന്നെ പശുക്കളെ വളർത്തുന്ന ആ ഇടയത്തെരുവുകളിൽ കൂടെ, ഖനികളിൽ കൂടെ, പല സ്ഥലത്തും കൃഷിസ്ഥലങ്ങളുണ്ട്, അതിൽ കൂടെ, പിന്നെ പല പർവ്വതങ്ങളുടെയൊക്കെ താഴ്വാരങ്ങളുണ്ട്, അതിൽ കൂടെ, പല വിശേഷപ്പെട്ട പുഷ്പങ്ങളുള്ള ഉദ്യാനങ്ങളിൽ കൂടെ, അങ്ങനെ ചെറിയ ആ പുഷ്പങ്ങൾ ഉണ്ടാവുന്ന ചെറിയ പുഷ്പങ്ങളെ നട്ട് വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ സ്ഥലങ്ങളിൽ കൂടെ മുഴുവൻ, പിന്നെ പ്രകൃതിദത്തമായിട്ടുള്ള വനങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിൽ കൂടെ മുഴുവൻ ഞാൻ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നാരദമുനി പറയുന്നു, ഒരു ചെറിയ ഉണ്ണിയായിട്ട് പോലും ഒരു നിമിഷം പോലും വ്യർത്ഥമാക്കാതെ പല സ്ഥലങ്ങളിൽ കൂടെയും സഞ്ചരിക്കുമ്പോഴൊക്കെ എന്താണ്, ഭഗവാനെ കുറിച്ചിട്ട് ഓർത്തുകൊണ്ട് സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രീമദ് ഭാഗവതം എന്നുള്ളത് എന്താണ്, ഒരു ചരിത്രമാണ്. അതായത് എത്രയോ വർഷങ്ങൾ മുമ്പേ ഒരു ആയിരക്കണക്കിൽ കോടിക്കണക്കിൽ വർഷങ്ങൾ മുമ്പേ നടന്ന സംഭവങ്ങളാണ്, യഥാർത്ഥത്തിൽ സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇതിൽ വളരെ അനേക സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ അതിൽ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ അതിനെ തിരഞ്ഞെടുത്തിട്ട് അവതരിപ്പിക്കുന്നുള്ളൂ. അതിലൊന്നാണ് നാരദ മഹർഷിയുടെ പൂർവ്വജന്മം, വ്യാസനാരദ സംവാദം മുതലായതൊക്കെ അനേകം സംഭവങ്ങളിലുള്ളത്. പ്രധാനപ്പെട്ടത് മാത്രം എടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു പ്രകരണം എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. പിന്നെ ഏതെല്ലാം വഴിയിൽ കൂടെ നടന്നു അതിനെ വീണ്ടും പറയുന്നു. ചിത്രധാത് വിചിത്രാദ്രനിഭഗ്നഭുജദ്രുമാൻ ശിവജലാശയാൻ ശിവജലാൻ നളിനീസുരസേവിതാഃ ചിത്രസ്വനൈർപത്രരഥേ ഭ്രമരശ്രിയാം. ചിത്രധാത് വിചിത്രാദ്രനിഭഗ്നഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീസുരസേവിതാഃ ചിത്രസ്വനൈർപത്രരഥൈർവിഭ്രമരശ്രിയാം. ഇപ്പോൾ വിശേഷപ്പെട്ട ആ സ്വർണ്ണഖനികളിൽ കൂടെ ഒക്കെ, പിന്നെ പല പർവ്വതങ്ങളിൽ കൂടെ സഞ്ചരിച്ചു. പല ആ പർവ്വതങ്ങളിൽ നിന്നും അനേകം അരുവികൾ ഉത്ഭവിച്ചിരുന്നു. അതിൽ വിശേഷപ്പെട്ട സ്വർണം, അതേപോലെ വെള്ളി, ചെമ്പ് മുതലായിട്ടുള്ള വസ്തുക്കളെല്ലാം അതിൽ ആ പ്രവാഹങ്ങളിൽ ഉത്ഭവിച്ചിരുന്നു എന്നാണ്. പിന്നെ അനേകം ജലങ്ങളുടെ റിസർവോയേഴ്സ്, അതായത് ആ ജലസംഭരണികൾ, അതിൽ ആ ജലാശയങ്ങളിൽ മുഴുവൻ വിശേഷപ്പെട്ട താമരകൾ, അതേപോലെ ആമ്പലുകൾ, ഈ പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു എന്നാണ്. എന്നിട്ടോ ഇതൊക്കെ ദേവസ്ത്രീകൾ പോലും അവർ സന്ദർശിച്ച് സേവ ചെയ്തിരുന്ന, അവർ കുളിക്കുക, അവർ സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് ഉപയോഗിച്ചിരുന്ന ആ സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. എന്നാൽ വിശേഷപ്പെട്ട ആ താമര പൊയ്കൾ, അതിലൊക്കെ ദേവസ്ത്രീകളൊക്കെ കുളിക്കാനായിട്ട് വരിക, വിഹരിക്കാനായിട്ട് വരിക. അത്രയും വിശേഷപ്പെട്ട സ്ഥലങ്ങൾ കൂടെ മുഴുവൻ ഞാൻ സഞ്ചരിച്ചു എന്ന് പറയുന്നു.
അപ്പോൾ അതിൽ അനേകം പുഷ്പങ്ങളുണ്ട്. ആ പുഷ്പങ്ങളിലൊക്കെ ചുറ്റി നടക്കുന്ന വണ്ടുകൾ, അങ്ങനെ ഇതെല്ലാം കണ്ടു. പക്ഷേ എൻ്റെ മനസ്സ് ഇതിൻ്റെ അപ്പുറത്തുള്ള ഏറ്റവും വിശേഷപ്പെട്ട ഒരു ആകർഷണം ഉണ്ടായിരുന്നു മനസ്സിൽ. എന്തായിരുന്നു? നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. ആ സന്യാസിമാർ സജ്ജനങ്ങൾ പറഞ്ഞു തന്ന മന്ത്രത്തിലായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ, സ്മരണ മുഴുവൻ അതായിരുന്നു. പലതും കണ്ടു എന്നുണ്ടെങ്കിലും അതിൽ പൂർണ്ണമായിട്ട് ആകർഷണം എൻ്റെ ഹൃദയത്തിലുള്ള ആ ദിവ്യമായിട്ടുള്ള രൂപത്തിനോടായിരുന്നു, ഈ മന്ത്രത്തിനോടായിരുന്നു എന്ന് നാരദമുനി സൂചിപ്പിക്കുന്നു. 13ാമത്തെ ശ്ലോകം. നളവേണു ശരസ്തംഭ കുശകീചഗഹ്വരം ഏക ഏവാധിയാദോഹമദ്രാക്ഷം വിപിനം മഹത് ഘോരം പ്രതിഭയാകാരം വ്യാളോലൂക ശിവാജിരം. നള വേണു ശരസ്തംഭ കുശ കീചകഘോരം. ഇത് ഒന്നിച്ച് വായിക്കേണ്ടതാണ് കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് മുറിക്കാനൊന്നും പാടില്ല. അതാണ് നള വേണു ശരസ്തംഭ കുശ കീചകഘോരം എന്ന് പറഞ്ഞാൽ ഈ പല പല മുളകളുണ്ട്. ആ മുളകളിൽ തുമ്പി തുളയ്ക്കുന്നാണ് പറയണത്. തുമ്പി തുളയ്ക്കുന്ന സമയത്ത് കാറ്റ് വീശുമ്പോൾ ആ കാറ്റ് ആ തുളകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അനേകം മുളകളിൽ നിന്നും ഒരേ സമയത്ത് വേണുഗാനം പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ഇത് വളരെയധികം മനസ്സിനെ ആകർഷിക്കുന്ന ശബ്ദങ്ങളായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതാണ് നളവേണു കുശസ്തംഭ കുശ കീചകഘ്വരം. പിന്നെ പല പല ഗുഹകളിൽ അവിടെ മുഴുവൻ സഞ്ചരിച്ചു. വളരെ ഒറ്റയ്ക്ക് എന്തോ ഏക ഏവാതിയാതോഹം അദ്രാക്ഷം വിപിനം മഹൽ. ആരും ഒറ്റയ്ക്ക് പോവാൻ ഭയപ്പെട്ടിരുന്ന ആ കൊടും കാട്ടിലേക്ക് ഞാൻ പ്രവേശിച്ചു എന്നാണ്. എങ്ങനെയുള്ള കാടാണ്? ഘോരം പ്രതിഭയാകാരം വ്യാളോലൂക ശിവാചരം. ഭയങ്കരമായിട്ടുള്ള കാട്, അതോ ഭീകരമായിട്ടുള്ള അവസ്ഥ കാട്ടിൽ. വ്യാള ഉലൂക ശിവാചിരം. അതിൽ ഒരു അനേകം വിഷപ്പാമ്പുകളുണ്ടായിരുന്നു, സർപ്പങ്ങളുണ്ടായിരുന്നു, പല വിധത്തിലുള്ള മൂങ്ങകൾ, പിന്നെ ചെന്നായകൾ, പിന്നെ സിംഹങ്ങൾ, കടുവകൾ, ഇതൊക്കെയുള്ള ആ വനത്തിൽ കൂടെ ഞാൻ സഞ്ചരിച്ചു. അപ്പോഴും പേടി തോന്നിയില്ല. കാരണം ഭയം തോന്നിയില്ല മനസ്സിൽ. അഭയമായിട്ട് ഭഗവാന്റെ പാദങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ, അതുകൊണ്ട് ഭയം തോന്നിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പരിവ്രാജകനായിട്ടുള്ള ഭിക്ഷാന്തേഹിയായിട്ടുള്ള ആൾ സഞ്ചരിക്കുമ്പോൾ അവർ പല സ്ഥലങ്ങളിൽ കൂടെ ഒറ്റയ്ക്ക് കാൽനടയായിട്ട് സഞ്ചരിക്കണം എന്നാണ് പറയുന്നത്. അത് ഒരേ ഒരു കാര്യം, എന്തിന്? ഭഗവാന്റെ ആ സന്ദേശം ലോകത്തിലെങ്ങും പകർന്നു കൊടുക്കാനായിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. എന്നിട്ട് ആ എല്ലാ വിധത്തിലുള്ള ആ അനുഭവങ്ങളിൽ കൂടെ, ഭൗതികമായിട്ടുള്ള ആ ദുഃഖങ്ങളിൽ കൂടെ, പ്രശ്നങ്ങളിൽ കൂടെ, പ്രതിസന്ധികളിൽ കൂടെ ഒക്കെ ഈ യാത്രയിൽ അതൊക്കെ സംഭവിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ കടന്നു പോവേണ്ടതായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വരുമ്പോൾ സന്യാസിക്ക് പ്രത്യേകിച്ച് എല്ലാം ഏത് വിധത്തിലുള്ള ഈ യാത്രയിലും വളരെ ഉത്തരവാദിത്തമുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയാണെങ്കിലും അവർക്ക് ഭയം തോന്നാറില്ല എന്നാണ്. അതിനുള്ള ഉദാഹരണമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സഞ്ചാരം എന്നുള്ളത്. അതിഭയങ്കരമായിട്ടുള്ള വനത്തിൽ കൂടെ, ജാർഖണ്ഡിലെ വനത്തിൽ കൂടെയൊക്കെ അവിടുന്ന് ബലഭദ്ര ഭട്ടാചാര്യ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനും കൂടെ ഉണ്ട് എന്നാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള കാടാണ്. ആ കാട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ കടുവകൾ, വലിയ വലിയ പുലികൾ, കടുവയൊക്കെ അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരു കടുവയുടെ ശരീരത്തിൽ തല വെച്ചുകൊണ്ട് മഹാപ്രഭു ഉറങ്ങിക്കിടക്കുകയാണ്. ബലഭദ്ര ഭട്ടാചാര്യക്ക് കണ്ടപ്പോഴേക്ക് പേടിയായി. കാരണം കടുവയും സിംഹമൊക്കെ എന്തെങ്കിലും ഉപദ്രവിച്ചാലോ എന്നുള്ളത്. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മഹാപ്രഭു എഴുന്നേറ്റു, പെട്ടെന്ന് ഉണർന്നു. എന്നിട്ട് പറയുന്നു, വൈ ആർ യു ലൈയിങ് അസ്ലീപ്പ്? നീ എന്താണ് ഇങ്ങനെ കിടന്നുറങ്ങണത്? ചാൻഡ് ഹരേ കൃഷ്ണ, എഴുന്നേൽക്കൂ, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കൂ എന്ന് പറയണു. എന്തിനു പറയണു? ആ കടുവ, ചെന്നായ അവരൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മനോഹരമായിട്ട് ഹരേ കൃഷ്ണ ജപിച്ചു കൊടുക്കുക ആചാര്യൻ.
ഭഗവാൻ തന്നെ ജപിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ദുഷ്ടന്മാരായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നാമം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ തുടങ്ങി, നൃത്തം ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ആനകൾ വന്നു. പിന്നെ മദ്യമിളകിയിട്ടുള്ള ആനകൾ വരുന്നു. കാരണം തൊട്ടടുത്ത് അരുവിയുണ്ട്. ആ അരുവിയിൽ കുറച്ച് ജലം ആ ആനകളുടെ നേരെ തെളിച്ചിട്ട് പറയുന്നു, എങ്ങനെയാണ് മദ്യമിളകേണ്ടത്, എങ്ങനെയാണ് ലഹരി മുഴുക്കേണ്ടത്, ഈ നാമം ജപിച്ചിട്ടാണ്. നിങ്ങൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്ബോധനം ചെയ്തതോടുകൂടി വെള്ളെടുത്ത് തെളിച്ചുകൊണ്ടാണ് പറയണത്. മഹാപ്രഭുവിൻ്റെ സ്പർശിച്ചിട്ടുള്ള ജലം അവരുടെ ശരീരത്തിൽ നിന്ന് വീണതോടുകൂടി അവർക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം ഉണ്ടായി. അവരെല്ലാവരും ഒന്നിച്ച് വന്നു. ആനകൾ, അതേപോലെ സിംഹങ്ങൾ, പിന്നെ പുലികൾ, കടുവകൾ, ഇവരെല്ലാവരും, പിന്നെ മാനുകൾ, മുയലുകൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ചാരുകണ്ട് വനത്തിൽ മനോഹരമായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു സങ്കീർത്തന യജ്ഞം തന്നെ നടന്നു എന്നാണ്. ചൈതന്യ മഹാപ്രഭുവാണ് എങ്ങനെയാണ് ഒരു സന്യാസി തൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് പ്രയത്നിക്കേണ്ടത് എന്നുള്ള ഉദാഹരണമായിട്ടാണ് മഹാപ്രഭുവിനെ കുറിച്ച് പറയണത് എന്നാണ്. ചൈതന്യ മഹാപ്രഭുവിന് ഈ വെറും മൃഗങ്ങളെ കൊണ്ട് പോലും മഹാമന്ത്രം ജപിപ്പിക്കാനും അവരെ ആ ആനന്ദലഹരിയിൽ അവർ നൃത്തം വെപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ സ്വയം ഈ നാമം ജപിക്കാനൊന്ന് പരിശീലിച്ച് എന്നിട്ട് സ്വയം അത് അനുഭവപ്പെടുത്തിയിട്ട് ഒരാൾക്കെങ്കിലും ഏതെങ്കിലും 10 പേർക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ, ഒരു ഉയർത്താൻ ശ്രമിക്കേണ്ടതല്ലേ. അങ്ങനെ വരുന്ന സമയത്താണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ പരമ്പരയിൽ വന്നിട്ടുള്ള ചില പ്രഭുപാദരുടെ അവരുടെ ശിഷ്യഗണങ്ങളുടെ മുഴുവൻ ഒരു മേഴ്സിക്ക് നമ്മൾ പാത്രമായി തീർന്നു. അവരുടെ ആ ഗുരുനാഥന്മാരുടെ പ്രീതിക്ക് വേണ്ടി നമ്മളുടെ ചെറിയൊരു സമർപ്പണം അത് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. അവനവൻ ആദ്യം ജപിച്ചിട്ട് അവനവൻ്റേതായിട്ടുള്ള ഒരു ആത്മീയമായുള്ള തലത്തിലേക്ക് ഉയരുക. അങ്ങനെ ഉയർന്നു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഏറ്റവും വലിയ ലോകോപകാരം ഇതായിരിക്കുമെന്ന് ചൈതന്യ മഹാപ്രഭു പറയാറുണ്ട് എന്നാണ്. 14ാമത്തെ ശ്ലോകം. പരിശ്രാന്തേന്ദ്രിയാത്മാഹം ത്രിട്പരേതോ ബുഭുക്ഷിതാത് സ്നാത്വാ പീത്വാ ഹൃദയ നദ്യാ ഉപസ്പൃഷ്ടോ ഗതശ്രമാം. പരിശ്രാന്തേന്ദ്രിയാത്മാഹം ത്രിട്പരേതോ ബുഭുക്ഷിതാ സ്നാത്വാ പീത്വാ ഹൃദയ നദ്യാ ഉപസ്പൃഷ്ടോ ഗതശ്രമാം. പരിശ്രാന്തേ ഇന്ദ്രിയ ആത്മാ അഹം തൃട്പരീതഃ ബുഭുക്ഷിതഃ സ്നാത്വാ പീത്വാ ഹൃദേ നദ്യാഃ ഉപസ്പൃഷ്ട ഗതഃ ശ്രമഃ. അതായത് വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്ന എനിക്ക് വല്ലാതെ യാത്ര ചെയ്ത് എനിക്ക് വല്ലാതെ ക്ഷീണം അനുഭവപ്പെട്ടു. ആ ക്ഷീണം അനുഭവപ്പെട്ട സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നി. നാരദമുനി പറയുന്നു, അപ്പോൾ ഞാൻ വല്ലാതെ ദാഹിച്ചിരുന്നു, എനിക്ക് വിശന്ന് വലഞ്ഞിരുന്നു, വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് ഞാൻ തൊട്ടടുത്തുള്ള ഒരു നദിയിൽ ഇറങ്ങിയിട്ട് കുളിച്ചു. പിന്നെ ആ വെള്ളം കുടിച്ചു. ആ വെള്ളം കുടിച്ചതോടുകൂടി എനിക്കൊരു ആശ്വാസം കിട്ടി കേട്ടോ. എനിക്ക് ഒരു ചെറിയ ഒരു സമാധാനം കിട്ടി. ഞാൻ ഈ ഒരു ക്ഷീണത്തിനും വിശപ്പിനും ദാഹത്തിനും ചെറിയൊരു സമാധാനം കിട്ടി എന്ന് നാരദ മഹർഷി പറയുന്നു. അതാണ് ഒരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭിക്ഷാന്തേഹി ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. ആവശ്യങ്ങളുണ്ട്. അതെങ്ങനെ പ്രത്യേകിച്ചും ഈ ദാഹം വിശപ്പ് അതിനെ എങ്ങനെയാണ് ദാഹം വിശപ്പിനെ ഇല്ലാണ്ടാക്കേണ്ടത്? നമ്മൾക്ക് ഭഗവാൻ പ്രകൃതിയിൽ പല സമ്മാനങ്ങളും തന്നിട്ടുണ്ട്. പ്രകൃതിയിലുള്ള ആ ഫലമൂലങ്ങൾ ധാരാളം ഫലം, അതേപോലെ പഴങ്ങൾ, അതേപോലെ ആ വേരുകൾ, അങ്ങനെയുള്ള ഫലമൂലങ്ങൾ, പിന്നെ നല്ല അമൃത് പോലെ തെളിഞ്ഞ ജലാശയങ്ങളിലെ ഒഴുകുന്ന ജലം, ഇതെല്ലാം ഭഗവാൻ തന്നിട്ടുള്ള പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. വൃക്ഷങ്ങളിലെ ഛായ, തണൽ, ഇതെല്ലാം ആ ഭഗവാൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കും എന്നും ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു.
അങ്ങനെ 15-ാമത്തെ ശ്ലോകം. തസ്മിൻ നിർമനുജേരണ്യേ പിപ്പലോപസ്ഥ ആസ്ഥിതാം ആശ്രിത ആത്മനാത്മാനമാത്മസ്ഥം യഥാശ്രുതമചിന്തയം. തസ്മിൻ നിർമനുജേരണ്യേ പിപ്പലോപസ്ഥ ആശ്രിതാം ആത്മനാത്മാനമാത്മസ്ഥം യഥാശ്രുതമചിന്തയം. തസ്മിൻ നിർമനുജേ അരണ്യേ പിപ്പലോപസ്ഥഃ പിപ്പല ഉപസ്ഥേ ആശ്രിതഃ ആത്മാനം ആത്മസ്ഥം ആത്മസ്ഥം യഥാശ്രുതം അചിന്തയം. ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നു. തസ്മിൻ അവിടെ നിർമനുജേ അരണ്യേ പിപ്പല ഉപസ്ഥ ആശ്രിതഃ ആത്മാനം ആത്മസ്ഥം യഥാശ്രുതം അചിന്തയം. അപ്പോൾ അതിന് ശേഷം പറയുന്നു, ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിട്ട് ഞാനിരുന്നു. എന്നിട്ടോ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട്, അതായത് ആ ജലാശയത്തിലെ നദിയിലെ ജലം കുടിച്ച് ഞാൻ ആ ആൽവൃക്ഷത്തിനെ ചാരിയിട്ട് അവിടെ ഇരുന്നു. അപ്പോഴെനിക്ക് എൻ്റെ ക്ഷീണം എല്ലാം മാറിപ്പോയി. ക്ഷീണമില്ലാതെയായി കഴിഞ്ഞ സമയത്തോ ഞാൻ എൻ്റെ ഹൃദയനാഥനായിട്ടുള്ള ഭഗവാനെ കുറിച്ചിട്ട് സ്മരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. എൻ്റെ ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, പിന്നെ എങ്ങനെ ബുദ്ധി ഉപയോഗിച്ചത്? ആ സജ്ജനങ്ങളായിട്ടുള്ള, അതായത് ജീവൻ മുക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങളുടെ സംഘത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ഉപദേശങ്ങൾ, അതിനെ സ്വന്തം സൂക്ഷ്മബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചു. അപ്പോഴെനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദം തോന്നി എന്ന് നാരദ മഹർഷി പറയുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ ധ്യാനിക്കേണ്ടത്? ധ്യാനത്തിനെ കുറിച്ച് അവനവൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ധ്യാനിക്കുകയാണ് മിക്കവാറും ആളുകൾ ചെയ്യണത്. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവനവൻ്റെതായിട്ടുള്ള ഒരു മാർഗം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് യോഗശാസ്ത്രം. ആചാര്യന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഏത് വിധത്തിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എന്നുള്ളത്, ഏത് രൂപമാണ് എന്നുള്ളത്, ഏത് മന്ത്രമാണ് എന്നുള്ളതെല്ലാം ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ആചാര്യന്മാരുടെ പരമ്പരയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തമായിട്ട് ഒരു ധാരണ നമ്മൾക്കുണ്ടാകും. എങ്ങനെ സേവിക്കണം, ആരെ സേവിക്കണം എന്നുള്ള ആ അറിവുകളൊക്കെ നമ്മൾക്ക് ലഭിക്കും എന്നാണ്. അല്ലാതെ അവനവൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഒരു ധ്യാന പദ്ധതി കൊണ്ടുവരരുത്. മിക്കവാറും ധ്യാന പദ്ധതി, യോഗശാസ്ത്രം ഇതൊക്കെ എല്ലാം തകർന്നു പോകാൻ, പരാജയപ്പെടാൻ എന്താ കാരണം? അത് അവനവൻ്റെതായിട്ടുള്ള ഒരു വീക്ഷണകോണിൽ കൂടെ കണ്ട് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ യഥാർത്ഥത്തിലുള്ളതിനെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോഴോ അതിനൊരു ഡീവിയേഷൻ, വിചലനം വരുന്നു എന്ന്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ളതിൽ നിന്നും പെട്ടെന്ന് ഒരു വഴിത്തിരിവ് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് മിക്കവാറും ഈ യോഗശാസ്ത്രങ്ങളൊന്നും വിജയിക്കാതെ പോണത്, പരാജയപ്പെടാൻ കാരണം അതാണ് എന്നാണ്. അപ്പോൾ ഒരു ഗുരുനാഥൻ യഥാർത്ഥത്തിൽ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട ഗുരുനാഥനിൽ നിന്ന് യോഗശാസ്ത്രത്തിനും അതിനുള്ള ആചാര്യന്മാരുണ്ട്. യോഗമാർഗത്തിന്, ഭക്തിയോഗത്തിൻ്റെ മാർഗത്തിൽ, കർമ്മമാർഗത്തിൻ്റെ, ജ്ഞാനമാർഗത്തിൻ്റെ, ധ്യാനമാർഗത്തിൻ്റെ, അതിനൊക്കെ ആചാര്യന്മാരുണ്ട്. ആ ആചാര്യന്മാരുടെ പരമ്പരയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വഴി തെറ്റാതിരിക്കും എന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത് എന്നാണ്. നാരദ മഹർഷി തൻ്റെ ഗുരുനാഥന്മാർ, ആ ഗൃഹത്തിൽ വന്നിട്ടുള്ള സജ്ജനങ്ങളുടെ ആയിട്ടുള്ള ബന്ധം, അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് നാരദ മഹർഷി പ്രാവർത്തികമാക്കിയത് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? അവർക്ക് കൃപ തോന്നാൻ കാരണം എന്താണ്? വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ആ സന്യാസിമാരെ, സജ്ജനങ്ങളെ പരിചരിച്ചു, ശുശ്രൂഷിച്ചു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അവർ യഥാർത്ഥത്തിലുള്ള വഴി അവർ ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ അങ്ങനെ വന്ന ആ ഒരു സംസ്കാരമാണ് എങ്ങനെ ഭഗവാനെ ധ്യാനിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അവരുടെ വാക്കുകളനുസരിച്ച് ഗുരുനാഥന്മാരുടെ ആ ആശയങ്ങൾ അനുസരിച്ചാണ് നാരദ മഹർഷി ഭഗവാനെ ധ്യാനിച്ചത് എന്നാണ്. 16-ാമത്തെ ശ്ലോകം.
ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിതചേതസ അവൽക്കണ്ഠ്യാശ്രുകലാക്ഷസ്യ ഹൃദ്യാസേന്മേശനൈർഹരി. ധ്യായതഃ ചരണ അംഭോജം ഭാവനിർജിതചേതസ അവൽക്കണ്ഠ്യ അശ്രുകല അക്ഷസ്യ ഹൃദി ആസീത് മേ ശനൈഃ ഹരി. ധ്യായതഃ ചിന്തിച്ചു, ഭഗവാന്റെ ആ രൂപത്തിനെക്കുറിച്ച് ചരണാംഭോജം ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചു എന്നാണ്. ഭാവനിർജിത ചേതസ, അതായത് നമ്മൾ ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് അനുഭവപ്പെടുന്നു, പിന്നെ സ്വയം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് വില്ലിങ് എന്നാണ് പറയണത്. അങ്ങനെ ആ 3 മാർഗത്തിൽ കൂടെയും മാനസികമായിട്ട് അതിനെ ഉറപ്പിക്കുന്നു. എങ്ങനെ? ഭാവനിർജിത ചേതസ അൽക്കണ്ഠ്യ. അപ്പോൾ പിന്നെ കേൾക്കാനുള്ള കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായി. അശ്രുകല, അപ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി എന്നാണ് പറയണത്. അക്ഷസ്യ, എൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. എന്നിട്ടോ എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള മാർഗത്തിൻ്റെ ആ ക്രമമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ ഭാവം എന്നുള്ള അവസ്ഥ വരെ, ഭാവഭക്തി എന്നുള്ള അവസ്ഥ വരെ, ശ്രദ്ധ മുതൽ ഭാവഭക്തി എന്നുള്ള ആ അവസ്ഥ വരെ ഉയർന്നു നാരദ മഹർഷി പൂർവ്വജന്മത്തിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാവഭക്തിയിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ട് അടുത്ത ജന്മത്തിൽ ഇതേ ആ സംസ്കാരത്തോടു കൂടി ജനിക്കാൻ നാരദ മഹർഷിക്ക് സാധിച്ചു എന്നാണ്. അപ്പോൾ ജീവിതം സഫലമാക്കി തീർത്തു നാരദമുനി എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഭാവ എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ഭാവ എന്നുള്ളത് എത്രയോ ഭഗവാനായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു അടുപ്പം, അതിനാണ് ഭാവം എന്ന് പറയുക എന്നാണ്. ആദ്യത്തത് ശ്രദ്ധയാണ് എന്നാണ്. ശ്രദ്ധ, പിന്നെ ഭജനക്രിയ, അങ്ങനെ ഓരോ വിവിധമായ ആ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് 8ാമത്തെ ഭാവമായിട്ടാണ് ഇവിടെ ഭാവം എന്നുള്ളത് വരിക. അടുത്ത സ്റ്റേജ് എന്താണ്? പ്രേമം എന്നുള്ളത് എന്നാണ്. അങ്ങനെ ഒരു ഭാവം അത് വന്ന് 8ാമത്തെയാണ് ഭാവം എന്നുള്ളത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അവനവൻ വന്നിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ധാരണാഭേദങ്ങളില്ലാതായി തീർന്ന് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഭഗവാനെ കുറിച്ചിട്ടുണ്ടാവും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് 17ാമത്തെ ശ്ലോകം. അങ്ങനെ ആ ഭഗവാന്റെ ഭാവനിർജ്ജയ ചേതസ, അപ്പം എൻ്റെ ഹൃദയത്തിലേക്ക് ഭഗവാന്റെ രൂപം കടന്നു വന്നു. എനിക്ക് ആ രൂപത്തിനെ എൻ്റെ ഹൃദയത്തിൽ കാണാനായിട്ട് സാധിച്ചു എന്ന് നാരദ മഹർഷി പറയുന്നു. ഭഗവാനെ ആ രൂപം കണ്ടതോടുകൂടി എന്താണ് അവസാനത്തെ സ്റ്റേജാണിത്. പ്രേമം എന്നുള്ളത്. പ്രേമാതിഭര നിർഭിന്ന പുളകാങ്കോതി നിർവൃത ആനന്ദ സംപ്ലവേലീനോ നാവശ്യമഭയം മുനേ. അതിഭര നിർഭിന്ന പുളക അംഗ അതിനിർവൃത ആനന്ദസംപ്ലവേ ലീന ന അപശ്യൽ ഉഭയം മുനെ. വ്യാസദേവനോട് പറയുന്നു നാരദമുനി, എൻ്റെ വ്യാസദേവൻ, ആ സമയത്ത് ഞാൻ എന്തെന്നില്ലാത്തൊരാനന്ദം അനുഭവിച്ചു. ആനന്ദത്തിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്നാണ്. പഞ്ചസാരയുടെ മധുരം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? എക്സ്പ്രഷൻസ് അതുണ്ടാവുമോ? അത് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല. അത് കഴിച്ചു നോക്കിയിട്ട് മധുരം സ്വയം അനുഭവിച്ചറിയണം. ഇതേപോലെ ഭഗവാനെ സേവിക്കുന്ന സമയത്ത് ആ ഒരു ആനന്ദം നമ്മൾ സ്വയം അനുഭവിച്ചറിയേണ്ടതാണ്. അങ്ങനെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ്.
അപ്പോൾ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പ്രേമത്തിൻ്റെ ഭാവത്തിലേക്ക് ഉയർന്നു. അതോടുകൂടി എനിക്ക് ആ ഭഗവാന്റെ രൂപത്തിനെ വേറെ എന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഞാൻ ഭഗവാനെ ധ്യാനിക്കുന്നു എന്നുള്ള ആ 3 ഭാവങ്ങളും പോയിട്ട് ഭഗവാന്റെ ദിവ്യ ആനന്ദം മാത്രമായി അവസാനത്തെ നിമിഷത്തിലെന്നാണ്. ഭഗവാനെ കണ്ടിട്ടുള്ള ആനന്ദമയോ അവസാനേ എന്നാണ്. അപ്പോൾ ഇത് ഈ ആത്മീയമായിട്ടുള്ള ഈ ആനന്ദത്തിന് അവസ്ഥകൾക്ക് ഭൗതികമായിട്ടുള്ള ഒരു താരതമ്യം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫീലിങ്സ്, ഈ ഒരു അവസ്ഥകൾ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഭാവത്തിൻ്റെ അവസ്ഥ എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ്. നാരദമുനിയുടെ ആ ഒരു എങ്ങനെയാണ് ഭഗവാനെ കണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നാരദ മഹർഷി ഉദാഹരണമായി നിൽക്കുന്നു ഇവിടെ എന്നാണ്. ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളും, ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇതെല്ലാം അവബോധമുണ്ട് ഇതിനൊക്കെ. അതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് എന്നാണ്. കണ്ണിന് പ്രവർത്തനം എന്താ? കാണുക എന്നുള്ളത്. ചെവിക്ക് പ്രവർത്തനം എന്താണ്? അതിനുള്ള കടമ കേൾക്കുക എന്നുള്ളത്. കൈകൾക്ക് പ്രവർത്തനം എന്താ? പ്രവൃത്തികൾ ചെയ്യുക, ഭഗവാനെ പൂജ ചെയ്യുക എന്നുള്ളത്, പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഓരോന്നിനും, ഓരോ അവയവങ്ങൾക്കും ഓരോ ഫങ്ഷൻ, ഓരോ വിധത്തിലുള്ള ആ കർത്തവ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ പ്രവർത്തനമുണ്ട്. അപ്പോൾ ഈ എല്ലാ ഇന്ദ്രിയങ്ങളും ഒന്നിച്ച് ഭഗവാന്റെ ആ രൂപത്തിലേക്ക് ലയിച്ചു ചേരുന്ന അവസ്ഥ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നാരദ മഹർഷിക്ക് അവനവൻ്റെ ആ ഭഗവാനെ കണ്ടതോടു കൂടിയിട്ട്, ഭഗവാനെ കാണുന്നതോട് കൂടിയിട്ട് എന്തെന്നില്ലാത്ത ഒരു നിർവൃതി അനുഭവപ്പെട്ട് സ്വയം അറിയാത്തൊരവസ്ഥ വന്നു ചേർന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. 18ാമത്തെ ശ്ലോകം. രൂപം ഭഗവതോ യസ്തൽ മനഃകാന്തം ശുചാപഹം അപശ്യൻ സഹസോത്തസ്ഥേ വൈക്ലവ്യാൽ ദുർമനായിവാം. രൂപം, അതായത് ഭഗവാന്റെ രൂപം ഭഗവതഃ യൽ തൽ മനഃകാന്തം ശുച ആപഹം അപശ്യൻ സഹസഹ ഉത്തസ്ഥേ വൈക്ലവ്യാൽ ദുർമന ഇവ. അതായത് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപം, ആ രൂപം അതേപോലെ തന്നെ ഹൃദയത്തിൽ കാണുന്ന സമയത്ത് എന്തെന്നില്ലാത്ത മാനസികമായിട്ട് എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും സാധിച്ചതുപോലെയാണ്. സംതൃപ്തിയാണ് ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്നാണ്. അപ്പോൾ ആ എന്തെന്നില്ലാത്തൊരാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഹൃദയത്തിൽ അനുഭവപ്പെട്ട രൂപം അത് മറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്ത ഒരു വിരഹവേദനയുടെ അവസ്ഥയിലായി തീരും എന്നാണ്. അപ്പോൾ എന്താണ്? ഇപ്പം നാരദ മഹർഷി ഭഗവാന്റെ രൂപത്തിനെ കണ്ടു. ഭഗവാന്റെ ആ രൂപത്തിനെ കണ്ടത് രൂപമില്ലാത്ത ഭഗവാനല്ല കണ്ടത്, ദിവ്യമായ രൂപത്തോട് കൂടിയിട്ടുള്ള ഭഗവാനെയാണ് കണ്ടത്. അപ്പോൾ ആ സന്യാസിമാർ ഉപദേശിച്ചു കൊടുത്തത് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ രൂപത്തിനെയാണ്, സഗുണമായ രൂപത്തിനെ ഉപദേശിച്ചു കൊടുത്തത്. അതൊരിക്കലും ഭൗതികമല്ല ആ രൂപം എന്നാണ്. അപ്പോൾ നമ്മളുടെ ഭൗതികമായിട്ടുള്ള നമ്മളുടെ ഈ ഒരു ലോകത്തിൽ കാണുന്ന അനേകം കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കും, നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതല്ല, അതിന് നേരെ എതിരാണ് ആത്മീയമായ ഭഗവാന്റെ രൂപം എന്നത് സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ളവർ അവർ ഭഗവാന്റെ ശാശ്വതമായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു എന്നതാണ്.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വാസ്തവത്തിൽ നമ്മൾ ഭഗവാന്റെ അംശം തന്നെയാണ്. പക്ഷേ എത്രയോ ജന്മങ്ങളായി നമ്മൾ അതിൽ നിന്നും വിട്ടുപോയത് കൊണ്ട്, മായയിൽ കുടുങ്ങിപ്പോയത് കൊണ്ട്, നമ്മൾ ഈശ്വരൻ്റെ ഒരംശമാണ് എന്നുള്ള ധാരണ വിട്ടുപോയത് കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾക്ക് നമ്മൾ ഭഗവാന്റെ അംശമാണ് എന്നുള്ള ഒരു സ്വയം അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 19ാമത്തെ ശ്ലോകം. ദിദിഷ്ടുസ്തതഹം ഭൂയ പ്രണിധായ മനോഹൃതി വീക്ഷമാണപിനാവശ്യം അവിതൃപ്തൈവാതുരാം. ദിദൃക്ഷുസ്തതഹം ഭൂയ പ്രണിധായ മനോഹൃതി വീക്ഷമാണോപനാവശ്യം അവിതൃപ്തൈവാതുരാ. ദിദൃക്ഷോ തത് അഹം ഭൂയ പ്രണിധായ മനഃ ഹൃദി വീക്ഷമാണഃ അപി ന അവശ്യം അവിതൃപ്ത ഇവ ആതുരഃ. ഇവിടെ നാരദ മഹർഷി പറയുന്നു, ഇവിടെ യാന്ത്രികമായിട്ട് ആർക്കും എവിടെയും എത്താൻ സാധിക്കില്ല എന്നാണ്. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമാണ് ഭഗവാൻ സ്വയം ഭക്തൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്നത് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ നാരദമുനി പറയുന്നു, ഞാൻ വീണ്ടും 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 ആ രൂപത്തെ കാണാനായിട്ട് ആഗ്രഹിച്ചു. എനിക്ക് വല്ലാത്ത ഭഗവാനെ കാണാൻ സാധിക്കില്ല എന്ന് വന്ന സമയത്ത് എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി എന്നാണ്. ഒരിക്കൽ ഈ രൂപത്തിന് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിനു വേണ്ടി മോഹിക്കും. അപ്പോൾ എങ്ങനെ രൂപം അനുഭവപ്പെടുന്നത്? ഭഗവാന്റെ അപാരമായിട്ടുള്ള കരുണ കൊണ്ടാണ് ഈ രൂപത്തിനെ നമ്മൾക്ക് അനുഭവപ്പെടുത്താൻ സാധിക്കുന്നത് എന്നാണ്. ഭഗവാനോട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഞാൻ ഭഗവാനെ സേവിക്കുന്നു, എൻ്റെ മുമ്പിൽ വരണേന്ന് പറയാനൊന്നും നമ്മൾക്ക് സാധിക്കില്ല. ഭഗവാൻ കരുണ ചെയ്ത് വന്നാൽ അത് നമ്മളുടെ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. എപ്പോഴാണ് ഭഗവാന് കരുണ തോന്നുക അതും പറയാൻ സാധിക്കില്ല. നമ്മൾക്കൊരു കാര്യം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഗുരുനാഥന്മാർ പറഞ്ഞതുപോലെ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഗുരുനാഥന്മാർ പറയുന്നു, ആത്മീയാചാര്യന്മാർ, യഥാർത്ഥത്തിൽ ആചാര്യൻ എന്താ പറയുക? നീ ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് ഈ ഒരു ഭൗതികമായ ദുഃഖങ്ങളിൽ നിന്നും മോചനത്തിനായിട്ട് നീ ഭഗവാനെ സേവിക്കുക. നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ആ നാമം ജപിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി എന്നാണ്. വിശ്വാസത്തോടു കൂടി ജപിക്കാൻ തയ്യാറായാൽ മതി. അപ്പം അങ്ങനെ തയ്യാറായി കഴിഞ്ഞാലോ ഗുരുവിൻ്റെ മേഴ്സി കൊണ്ട്, കരുണ കൊണ്ട് ഈശ്വരനെ കാണാനായിട്ട് സാധിക്കും എന്നാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ അത് നമ്മളിൽ നിന്ന് അന്തർധാനം ചെയ്തു പോയി എന്ന് വരാം. വീണ്ടും ദുഃഖം തോന്നും നമ്മൾക്ക്. ആ സമയത്ത് നാരദമുനി പറയുന്നു, വല്ലാത്ത ദുഃഖം തോന്നി എനിക്ക് എന്നാണ്. എന്നിട്ടോ വീണ്ടും 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 ഞാൻ ഭഗവാനെ സേവിക്കാനായിട്ട് കാണാനായിട്ട് ആഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു അശരീരി പോലൊരു ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്ന് നാരദമുനി പറയുന്നു. ഏവം യതന്തം വിജനേ മാമാഹാഗോചരോ ഗിരാം ഗംഭീരശ്ലക്ഷ്ണയാ വാച ശുചപ്രശമയന്നിവാം. അതാണ് ഏവം യതന്തം വിജനേ മാമാഹാഗോചരോ ഗിരാം ഗംഭീരശ്ലക്ഷ്ണയാ വാച ശുചപ്രശമയന്നിവാം. ഏവം പിന്നെ യതന്തം വിജനേ മാ ആഹ അഗോചരഃ ഗിരാം ഗംഭീരശ്ലക്ഷ്ണയാ വാച ശുചഃ പ്രശമയൻ ഇവ. അപ്പോൾ ആ ഒരു ഏകാന്തമായ സ്ഥലത്ത് വീണ്ടും 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 ഞാൻ ഭഗവാനെ കാണാനായിട്ട് ശ്രമിച്ചുകൊണ്ട് കാണാതിരുന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എൻ്റെ ഈ ദുഃഖത്തിനെ ദൂരീകരിക്കുന്ന വിധത്തിൽ ഒരു അശരീരി വാക്ക് കേൾക്കാനായിട്ട് സാധിച്ചു എന്ന് നാരദമുനി പറയുന്നു. വേദങ്ങളിൽ പറയുന്നു, ഭാവന അതീതമാണ് ഭഗവാന്റെ രൂപം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അത്രയും ഭാവനയ്ക്ക് അതീതമായിട്ടുള്ള ശക്തികളും ഭഗവാനുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഭഗവാന്റെ കരുണ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ഭഗവാന്റെ ശബ്ദങ്ങൾ നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും എന്നാണ്. അങ്ങനെ ആ ഭഗവാൻ നാരദ മഹർഷിയോട് വളരെയധികം സന്തോഷിച്ചു. വളരെയധികം സന്തോഷിച്ചത് കൊണ്ട് തന്നെ നാരദ മഹർഷിക്ക് ഭഗവാന്റെ വാക്കുകൾ, ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചു എന്നാണ്.
ഈ ശബ്ദം എങ്ങനെയുള്ളതായിരുന്നു? നാരദ മഹർഷിയെ ആനന്ദിപ്പിക്കുന്ന ശബ്ദങ്ങൾ, സമാധാനിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന ശബ്ദങ്ങളായിരുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നു. അപ്പം എങ്ങനെയാണ് എപ്പോഴും ആ ഭഗവാനായിട്ടുള്ള വിരഹവേദന ഭക്തനുണ്ടാവും. ആ വിരഹവേദന ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാനിൽ നിന്നും അനുഭവങ്ങളും ഭക്തന് ഉണ്ടാവാറുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. 21-ാമത്തെ ശ്ലോകം. ഹന്താസ്മിൻ ജന്മനി ഭവാൻ മാമാം ദൃഷ്ടമിഹാർഹതി അവിവക്ക കഷായാണാം ദുർദർശോഹം കുയോഗിനാം. ഇവിടെ ആ അശരീരി എന്താണ് എന്നതാണ് പിന്നെ സൂചിപ്പിക്കുന്നത്. ഹന്താസ്മിൻ ജന്മനി ഭവാൻ മാമാം ദ്രഷ്ടുമിഹാർഹതി അവിവക്ക കഷായാണാം ദുർദർശോഹം കുയോഗിനാം. ഇവിടെ ഹന്ത അസ്മിൻ ജന്മനി ഭവാൻ മാം ദ്രഷ്ടും ഇഹ അർഹതി അവിപക്വ കഷായാണാം ദുർദർശഃ അഹം കുയോഗിനാം. നാരദമുനി പറയുന്നു, ഭഗവാൻ പറഞ്ഞ വാക്കുകളെ നാരദമുനി പറയുന്നു. ഈ ഒരു ജന്മത്തിൽ അങ്ങക്ക് എന്നെ കാണാൻ അത്രയൊന്നും ഭാഗ്യമില്ല, പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് കാണാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കരുണയാണ് എൻ്റെ രൂപത്തെ അങ്ങയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് എന്നാണ്. അവിവക്ക കഷായാണാം ദുർദർശോഹം കുയോഗിനാം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഈ ശുദ്ധ സത്വത്തിൽ മനസ്സ് ലയിച്ച് അങ്ങനെ ഒരു ശരീരം ഒരു ഭക്തന് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപത്തിനെ എപ്പോഴും കാണാനും കേൾക്കാനും സാധിക്കുള്ളൂ എന്നാണ്. നാരദ മഹർഷിക്ക് ആ ശൂദ്രൻ സ്ത്രീയുടെ ദാസിയുടെ ഒരു പുത്രനായുള്ള ജന്മം എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് മാത്രമല്ല, പിന്നെ അനേകം ഭൗതികമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു നാരദമുനിക്ക് എന്നാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു അയോഗ്യതയായിട്ട് ഇതിനെ കണക്കാക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കാം എത്ര അയോഗ്യത ഉണ്ട് നമ്മൾക്കൊക്കെ എന്നത്. പക്ഷേ അത് കാലത്തിൽ സൽസേവയ, അതുകൊണ്ട് ആ സത്സംഗം കൊണ്ട് എൻ്റെ എൻ്റെ സേവ കൊണ്ട് അതെല്ലാം ആ ദോഷങ്ങളെല്ലാം ഇല്ലാതായി തീരും, എന്നെ അങ്ങക്ക് ലാളിക്കാൻ സാധിക്കും എന്നും ഉള്ള ഒരു വാക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു, അശരീരിയായിട്ട് കേൾക്കാൻ സാധിക്കുന്നു എന്നാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടുള്ള ആ ഒരു മോഹങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ഒരു കണികെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഭഗവാന്റെ രൂപത്തിനെ നേരിട്ട് കാണാൻ സാധിക്കില്ല എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇനിയും നമ്മൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കണം, പറയണം, അതിനെ അവതരിപ്പിക്കണം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ